ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നെന്ന് പറയുമ്പോൾ മെയ് 14th. അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് റെഡി ആവുകയാണ് ഗൈസ്. അപ്പം ആദ്യം തന്നെ ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ അല്ല, ആദ്യം മോയ്സ്ചറൈസർ ഇട്ടു. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷമാണ് ഫൗണ്ടേഷൻ ഇടുന്നത്. ഫൗണ്ടേഷൻ നമ്മുടെ സ്റ്റുഡിയോയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്, വേറെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ അപ്പം സ്റ്റുഡിയോയുടെ ഫൗണ്ടേഷനൊക്കെ എടുത്തിടുന്നുണ്ട്. സ്റ്റുഡിയോയുടെ ഫൗണ്ടേഷൻ ഞാൻ കൈ കൊണ്ട് തന്നെ കേട്ടോ ബ്ലെൻഡ് ആക്കാറ്. എനിക്കതാണ് കുറച്ച് കംഫർട്ടബിൾ അല്ല, എനിക്കതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്, കൈ കൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ആക്കുന്നത്. ആൻഡ് ഗൈസ്, ഇതെൻ്റെ 23rd ബർത്ത്ഡേ ആണ്. ജനിച്ചിട്ട് 23 വർഷമായി ഗൈസ്. ആൻഡ് 23 വർഷമായി ഞാൻ എന്തൊക്കെയാണ് സംഭവിച്ച ജീവിതത്തിലല്ലേ. കുറേ സന്തോഷ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് കടന്നു പോകുന്നു. ആൻഡ് ഇനിയും ഗുഡ് ലക്ക് എനിക്ക് തന്നെ വിഷ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, പിന്നീട് ഞാൻ സ്റ്റുഡിയോടെ തന്നെ ഒരു ചീക്ക് ബ്ലഷാണ് ഞാൻ ഇടുന്നത്. അത് ഞാൻ കുറച്ച് മൂക്കിലും താടയിലും ഒക്കെ ഇടുന്നുണ്ട്. അത് നല്ല രസം, നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടും അതിട്ട് കഴിഞ്ഞാൽ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അത് പിന്നെ ഫൗണ്ടേഷൻ ഇല്ലാണ്ട് ആ ബ്ലഷ് തന്നെ ഇട്ടാലും നല്ല അടിപൊളിയായിട്ടിരിക്കും. ആ കണ്ണിൻ്റെ പുറത്തൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചുവപ്പ് കിട്ടുമല്ലോ കണ്ണിൻ്റെ പുറത്ത്. നല്ല രസമാണ്, നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു എന്താ നാച്ചുറൽ ഒരു എന്താ പറയുക, ചീക്കിന് നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ ഇതാ ഐലൈനറൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഓക്കെ. അടുത്തത് ലിപ്പാം തേച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാറ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ മാറ്റ് പോലെ ആണ്. ഇത് ലാക്മേയുടെ ഏതോ ഒരു ഷെയ്ഡാണ്, കറക്റ്റ് എനിക്കറിയത്തില്ല. അതിടുന്നുണ്ട്. അപ്പം ലിപ്പാമും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു പിങ്ക് കണക്ക് ഷെയ്ഡ് കിട്ടും. അല്ലാണ്ട് ഇട്ട് കഴിയുമ്പോൾ ഒരു റെഡ് കണക്ക് ഷെയ്ഡാണ് കിട്ടുക. പിന്നെ ഇത് ഐബ്രോസൊക്കെ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. യെസ് കണ്ണാടി നോക്കിയൊക്കെ ഇടുള്ളൂ. ഇപ്രാവശ്യം എൻ്റെ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് തിന്നായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താണോ എന്തോ, ഒരു ആസാമി ചേച്ചിയാണ് ചെയ്തത്. പിന്നെ പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ കുളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മുടി ഭയങ്കര നനഞ്ഞായിരുന്നേ. അതുകൊണ്ട് അഴിച്ചിട്ടിട്ട് നമുക്കിനി കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാം. നോക്കിയടാ, സുന്ദരിയായി. അപ്പം കാണാം സുന്ദരിയുടെ ഒരു കോലം. എന്താ കൂട്ടല്ലേ, കൂട്ട്. ഓഹോ, കറക്റ്റ് കൂട്ട്. അടുത്തത് നമുക്ക് കേക്കൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേ. ഞാൻ കേക്കൊക്കെ സെറ്റാക്കുകയാണ്. ഞാൻ തന്നെയാണ്. ഞാൻ ആക്ച്വലി വീട്ടിൽ പപ്പ മമ്മ ഞങ്ങൾ 3 പേര് മാത്രമേ ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന് ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, സോ മെഴുകുതിരിയൊക്കെ നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്താണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് പപ്പയുടെ പരിപാടിയാണ്. പപ്പ തന്നെ ഇത് ക്ലീനാക്കി എടുത്തോളും, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഞാനവിടെ കേക്ക് ഞാൻ ലേറ്റോർട്ടേന്ന് കേട്ടോ ഇപ്രാവശ്യം വാങ്ങിയത്. കഴിഞ്ഞ തവണ അമ്മ പേസ്ട്രീസ് എന്നായിരുന്നു. ഇത്തവണ ലേറ്റോർട്ടേന്ന് ഒരു ഡേറ്റ്സും പിന്നെ വേറെ എന്തോ കൂടെ ഉള്ള ഒരു കേക്കാണ് വാങ്ങിയത്. 1/2 kg ആണ്. ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. സോ 1/2 kg ആണ് വാങ്ങിയത്. നല്ല കേക്കായിരുന്നു ഗൈസ്. കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ ആമീന്ന് എഴുതാൻ പറഞ്ഞു. പക്ഷെ അവർ എഴുതി കഴിഞ്ഞപ്പോൾ ആമയുടെ സ്പെല്ലിങ്ങിൽ ഒരു വ്യത്യാസം. ഐക്ക് പകരം അവർ വൈയാണ് ഇട്ടത്. എന്നിട്ട് ഞാൻ കത്തി കൊണ്ട് തന്നെ ആ വയ്യിൻ്റെ ഒരു വള്ളിയൊക്കെ മാറ്റി ആ തൂത്തെടുത്ത വൈയുടെ വള്ളി തന്നെ മേളിൽ ഐയുടെ കുത്തായിട്ടൊക്കെ ഇട്ട്. എന്താ ക്രിയേറ്റിവിറ്റി, ഇത്ര ക്രിയേറ്റീവ് മിസ്സോയ നോക്ക്. മിസ്സോല്ല, ആമി. മിസ്സോ എൻ്റെ ഗെയിമിങ് ചാനലിൻ്റെ പേരാണ് ഗൈസ്, ഗെയിമിങ് നെയിമാണ്. സോ അടിപൊളിയായിട്ട് എൻ്റെ ക്രിയേറ്റിവിറ്റി ഞാൻ അവിടെ തെളിയിച്ച് അതാണ് മിസ്സോ. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ദ ക്രിയേറ്റിവിറ്റി നോക്കൂ. ആമിയുടെ അയ്യൊക്കെ ഞാൻ തന്നെ ഇട്ടു. എന്താ ചെയ്യാനാ. അടുത്ത ഗൈസ് പ്രെയറാണ്. പ്രെയർ വന്നിട്ട് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാണ്, നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും. എൻ്റെ ഈ 23 കൊല്ലം എന്നെ ഒരു പൊറൽ പോലും ഏൽപ്പിക്കാണ്ട് എന്നെ അങ്ങനെ കാത്തു പരിപാലിച്ച ദൈവത്തിനോട് നന്ദി പറയുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുള്ള കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാത്തിനോട് ഞാൻ ദൈവത്തിനോട് എപ്പോഴും താങ്ക്ഫുള്ളായിരിക്കും, ഗ്രേറ്റ്ഫുള്ളായിരിക്കും.
എനിക്കൊന്നും പറയാനില്ല വേറെ. അങ്ങനെ ഗൈസ് നമ്മൾ കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ദീപം തെളിയിക്കണം. വെളിച്ചം പ്രകാശത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശം അവിടെ തെളിയിക്കുകയാണ് ഇപ്പോൾ ഊതിക്കെടുത്തുകയും ചെയ്യുന്നത്. അത് നമ്മൾ വിഷ് പറഞ്ഞിട്ടാണ് അത് സാധാരണ ഊതേണ്ടത്. പക്ഷേ ഞാൻ വിഷ് പറഞ്ഞില്ല ഗൈസ്, മറന്നു പോയി. Happy birthday to you. Happy birthday to Ami. May the God bless you. May the God bless you. Happy birthday to you. നീ ഇവിടെ നിന്ന് ഞാൻ ഇനി ഇവിടെ കിട്ടുന്നു നോക്കട്ടെ. നോക്കട്ടെ എന്തായാലും നീ ഒന്ന് കെട്ടിപ്പിടിച്ചേ. ആ ഇതിപ്പോ സേവ് ആയിക്കൊള്ളൂല്ലോ അല്ലേ? ഇനി മുറിച്ച് നല്ല വയസ്സല്ല അതെ അതിനകത്ത് വീട്ടിലെ. അപ്പോൾ കഴിച്ച് ഇത്രക്കുള്ളൂ എൻ്റെ ഈ കൊല്ലത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഞാനും പപ്പയും അമ്മയും മാത്രം ഉണ്ടായിരുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആൻഡ് എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക് യു ഗൈസ്. ഈ ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഓർത്തിരുന്നതിൽ നന്ദിയുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സബ് ചെയ്യാത്ത എല്ലാവരും സബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ഗൈസ്. താങ്ക് യു.